2015 മലയാളം ഫിലിം ഇൻഡസ്ട്രിക്ക് അത്ര മോശം ഒരു ഇയർ ഒന്നും ആയിരുന്നില്ല. എന്തായാലും മോളിവുഡ് ഫിനാൻഷ്യലിയും എസ്തെറ്റിക്കലിയും നന്നായി പോയ ഒരു വർഷം തന്നെയാണ് 2015. ഇനിയിപ്പോൾ 2016 എങ്ങനെയിരിക്കും എന്നതാണ് എല്ലാവരുടെയും ക്വസ്റ്റ്യൻ. ഈ 2016 എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരുപാട് സിനിമകൾ ഇറങ്ങാനിരിക്കുന്നുണ്ട്. അതിലെ 10 മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് ഫിലിംസ് ഏതാണെന്നുള്ളത് അറിയണ്ടേ? നിവിൻ പോളി സ്റ്റാറർ ഫിലിമായ ആക്ഷൻ ഹീറോ ബിജു ആണ് അതിലെ ഒന്നാമത്തെ ഫിലിം. എബ്രിഡ് ഷൈൻ ആണ് ഈ ഫിലിം ഡയറക്റ്റ് ചെയ്യുന്നത്. 2016 ജാനുവരിയിൽ തന്നെ ഈ ഫിലിം റിലീസാവും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഒരുപാട് സമയമെടുത്ത് ഷൂട്ട് ചെയ്യുന്ന ഒരു ഫിലിമാണ് പുലിമുരുകൻ. ഈ ഫിലിമാണ് 2016 എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു ഫിലിം. മോഹൻലാൽ സ്റ്റാറർ ഫ്ലിക്കാണ് പുലിമുരുകൻ. വൈശാഖാണ് ഇതിൻ്റെ ഡയറക്ടർ. മലയാളം സിനിമയിൽ ചെയ്തിട്ടുള്ളതിൽ വെച്ച് വലിയൊരു ബഡ്ജറ്റ് ഫിലിമാണ് ഇത്. അതുപോലെ തന്നെ ഒരു യുണീക്ക് പ്ലോട്ടാണ് ഈ ഫിലിമിൻ്റെ എന്നാണ് ഇതിൻ്റെ ക്രൂ അവകാശപ്പെടുന്നത്. ഈ വർഷം വിഷുവിനാണ് ഈ സിനിമ റിലീസാവാനിരിക്കുന്നത്. ജനപ്രിയ നായകൻ ദിലീപും മഡോണ സെബാസ്റ്റ്യനും ചേർന്ന് അഭിനയിക്കുന്ന ഫിലിമാണ് കിങ് ലെയർ. 20 വർഷങ്ങൾക്ക് ശേഷം മാസ്റ്റർ ഡയറക്ടേഴ്സായ സിദ്ദിഖും ലാലും ഒരുമിച്ച് ചെയ്യുന്ന മറ്റൊരു ഫിലിം കൂടിയാണ് കിങ് ലെയർ. കിങ് ലിയർ ഈ വരുന്ന മാർച്ചിന് റിലീസാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതുവരെ പേരിടാത്ത അമൽ നീരദ് ദുൽഖർ സൽമാൻ ഫിലിമാണ് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഫിലിം. സിനിമയ്ക്ക് പേരിട്ടിട്ടില്ലെങ്കിലും ഈ ഫിലിം ഓഗസ്റ്റ് 16 റിലീസാകും എന്നുള്ള കാര്യം ഇതിൻ്റെ ക്രൂ അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. മോളിവുഡിൽ ഇതുവരെ ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഹയസ്റ്റ് ബഡ്ജറ്റിൽ ചെയ്യാനിരിക്കുന്ന ഫിലിമാണ് സ്യാമന്തകം. മഹാഭാരതത്തിലെ ഒരു എപ്പിസോഡാണ് ഈ ഫിലിമിൻ്റെ പ്ലോട്ട്. ഈ ഫിലിം ഡയറക്റ്റ് ചെയ്യുന്നത് ഹരിഹരനാണ്. പൃഥ്വിരാജാണ് ഇതിലെ ലീഡ് റോളിൽ എത്തുന്നത്. 2016 എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു ഫിലിമാണ് സമീർ താഹിറിൻ്റെയും ദുൽഖർ സൽമാൻ്റെയും കലി എന്ന ചിത്രം. സമീർ താഹിറിൻ്റെയും ദുൽഖർ സൽമാൻ്റെയും കൂട്ടുകെട്ട് മലയാളികൾക്ക് ഒരുപാട് ഇൻട്രസ്റ്റ് നൽകുന്ന ഒന്ന് തന്നെയാണ്. എന്നാൽ അതിനോടൊപ്പം തന്നെ സായി പല്ലവിയും ഈ ഫിലിമിൽ അഭിനയിക്കുന്നുണ്ട്. വിനീത് ശ്രീനിവാസൻ നിവിൻ പോളി ടീം ചേർന്നൊരുക്കുന്ന ഫിലിമാണ് ജേക്കബിൻ്റെ സ്വർഗരാജ്യം. ഒരുപാട് ഹൈപ്പ് ഈ ഫിലിമിന് ഓൾറെഡി കൊടുക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ഈ ഫിലിമും റിലീസ് ആവാനിരിക്കുകയാണ്. 2016 ഇറങ്ങാൻ പോകുന്ന മമ്മൂട്ടി ചിത്രമാണ് മെഗാസ്റ്റാർ 393. അഖിൽ പോളും അനാസ് ഖാനും ചേർന്നാണ് ഈ ഫിലിം ഡയറക്റ്റ് ചെയ്യുന്നത്. ഇതൊരു ആക്ഷൻ ത്രില്ലറാണ് എന്നാണ് അറിയാൻ സാധിച്ചത്. എന്തായാലും ഫെബ്രുവരിയിൽ ഈ ഫിലിമിൻ്റെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യും. രാജീവ് രവിയും ദുൽഖർ സൽമാനും ചേർന്ന് ഒരുക്കുന്ന ഫിലിമിൻ്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ രണ്ടുപേരുടെയും ആദ്യത്തെ കോമ്പിനേഷനാണ് ഈ ഫിലിം. എന്തായാലും പേരിടാത്ത ഈ ഫിലിം ഒരു റിയലിസ്റ്റിക് സ്റ്റോറിയാണ് എന്നാണ് അറിയാൻ സാധിച്ചത്. 2016 ജാനുവരിയിലെ ഒരു മേജർ റിലീസാണ് പുതിയ നിയമം. മമ്മൂട്ടിയും നയൻതാരയും ചേർന്നാണ് ഈ ഫിലിമിൽ അഭിനയിക്കുന്നത്. AK സാജനാണ് ഈ ഫിലിം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും 2016 ഇറങ്ങാനിരിക്കുന്ന മലയാളം ഫിലിംസ് ഒന്നും തന്നെ മോശമല്ല. ഇനി ഈ ഫിലിംസൊക്കെ ബോക്സ് ഓഫീസിൽ എങ്ങനെയിരിക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിഞ്ഞു കാണാം. എൻ്റെ പേര് തെളിച്ചത്തോടുകൂടി കാണുന്ന ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് മുന്നറിയിപ്പില്ല. ഭയങ്കര രസമാണ്. ഒന്നാമത് ഇംഗ്ലീഷ് മാത്രം അറിയുന്ന ഒരാളാണ് ദുൽഖർ. അത് ഒരു ഹാൻഡ് ഫോൺ എന്തോ പറഞ്ഞ സിനിമ അടിച്ചു മാറ്റിയ പടമൊക്കെ. പിന്നെ ഇതൊരു അതോലോ സിനിമയെന്ന്